ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തേനീച്ചയായി മാറി പറന്നുയർന്ന വിക്രമാദിത്യൻ നേരെ ഗുരു പറഞ്ഞ ദിക്കിലേക്ക് പോയി. ആനറാഞ്ചി പക്ഷികളുടെ കൂടിനടുത്ത് അദ്ദേഹം ചെന്നിരുന്നു. പക്ഷികളുടെ ഭാഷ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. കൂട്ടിൽ നിന്ന് പെൺപക്ഷി ആൺപക്ഷിയോട് പറയുന്നത് അദ്ദേഹം കേട്ടു. നിങ്ങൾ പോയിട്ട് എത്ര നേരമായി? എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് ഭയന്നു ഞാൻ. ഏയ്, ഒന്നും പറ്റിയതല്ല. തീറ്റ തേടി 7 കടലിൻ്റെ അക്കരെ വരെ പോയി ഞാൻ. 7 കടലിൻ്റെ അക്കരെ എന്ന് പറഞ്ഞാൽ എവിടെ? കനകപുരി വരെയോ? അതെ, കനകപുരി വരെ. എന്നിട്ടെന്താ നിങ്ങൾ എന്നെ കൊണ്ടുപോകാഞ്ഞത്? എനിക്കും കാണണം ആ നാട്. നിനക്ക് കാണാൻ പാകത്തിന് ഇപ്പം അവിടെ ഒന്നുമില്ല പ്രിയേ. രാജ്യം മുഴുവൻ നശിച്ചു കിടക്കുകയാണ്, ആൺപക്ഷി പറഞ്ഞു. പറ്റില്ല, എനിക്ക് കാണണം. എന്നെയും കൊണ്ടുപോകണം. നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറയാതെ പോയത് ശരിയായില്ല, പെൺപക്ഷി വാശി പിടിച്ചു. ഒടുവിൽ ആൺപക്ഷിക്ക് വഴങ്ങേണ്ടി വന്നു. പിറ്റേന്ന് തന്നെ പെൺപക്ഷിയെയും കൊണ്ട് കനകപുരിയിലേക്ക് പോകാമെന്ന് ആൺപക്ഷി വാക്കുകൊടുത്തു. താൻ നല്ല സമയത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യൻ പക്ഷികൾ കൂടിന് പുറത്തു വരാൻ കാത്തിരുന്നു. പിറ്റേന്ന് ആനറാഞ്ചി പക്ഷികൾ ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ അവരുടെ ചിറകിനടിയിൽ വിക്രമാദിത്യനും ഉണ്ടായിരുന്നു. പക്ഷികൾ 7 കടലുകൾ കടന്ന് കനകപുരിയിലെത്തി. അവിടുത്തെ കാഴ്ചകൾ കണ്ട് വിക്രമാദിത്യൻ അത്ഭുതപ്പെട്ടു പോയി. സ്വർണ്ണവർണ്ണമായ ഒരു നഗരം, മണിമാളികകൾ, തെരുവ് വിളക്കുകൾ എല്ലാം സ്വർണ്ണമയം. കൊട്ടാരത്തിൻ്റെ മകുടമൊഴികെ എല്ലാം സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പക്ഷേ തെരുവുകളിലൊന്നും ആരുമില്ല. എല്ലാം കാട് കയറി നശിച്ചിരിക്കുന്നു. ഏറെക്കാലമായി മനുഷ്യവാസമില്ലാതെ എല്ലായിടത്തും വള്ളികളും മരങ്ങളും തഴച്ചു വളർന്നു നിൽക്കുന്നു. വിക്രമാദിത്യൻ എല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു. പക്ഷിയുടെ ചിറകിനടിയിൽ നിന്ന് അദ്ദേഹം താഴേക്കിറങ്ങി. അവിടെ സ്വർണ്ണവർണ്ണമായ ഒരു ക്ഷേത്രം അദ്ദേഹം കണ്ടു. വിക്രമാദിത്യൻ അതിനരികിലേക്ക് പറന്നു. അപ്പോഴാണ് ചിറകുകളുള്ള ഒരു വെള്ളക്കുതിരയുടെ പുറത്തു കയറി ഒരു സുന്ദരിയായ യുവതി അവിടെ പറന്നിറങ്ങിയത്. ചുറ്റിലുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുകയാണ്. ആരുമില്ലാത്ത ആ രാജ്യത്ത് അങ്ങനെ വന്നിറങ്ങിയ സുന്ദരി ആരാണെന്നറിയാൻ വിക്രമാദിത്യന് കൗതുകം തോന്നി. അദ്ദേഹം അവൾക്കരികിലേക്ക് പറന്നു. പക്ഷേ അധിക നേരം അദ്ദേഹത്തിന് അവിടെ തുടരാനായില്ല. ആനറാഞ്ചി പക്ഷികൾ തിരികെ പറക്കുന്ന സമയമായി. അവരോടൊപ്പം തിരിച്ചു പോയില്ല എങ്കിൽ താൻ അവിടെ അകപ്പെട്ടു പോകുമെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. അദ്ദേഹം വീണ്ടും പക്ഷിയുടെ ചിറകിലേക്ക് പറന്നു. പക്ഷികൾ അദ്ദേഹത്തെയും കൊണ്ട് തിരികെ എത്തി. ലക്ഷ്യം പൂർത്തീകരിച്ച വിക്രമാദിത്യൻ തിരിച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് പറന്നു. അദ്ദേഹം വൈകാതെ തൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ ഉണർന്നു എന്ന് കണ്ടതോടെ ഗുരു ആകാംക്ഷയോടെ ചോദിച്ചു, അല്ല, എന്തു സംഭവിച്ചു? നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ലഭിച്ചോ? അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അടിയൻ ലക്ഷ്യം നേടി, വിക്രമാദിത്യൻ പറഞ്ഞു. അത് കേട്ട് ഗുരു അത്ഭുതപ്പെട്ടുപോയി. വിക്രമാദിത്യന് അത് സാധിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല. നിങ്ങൾ കനകപുരിയിൽ പോയോ? പോയി ഗുരു. ആനറാഞ്ചി പക്ഷിയുടെ ചിറകിനടിയിൽ ഇരുന്നു കൊണ്ട് ആ നഗരം ഞാൻ ചുറ്റിക്കണ്ടു. അത് കേട്ടതോടെ സന്യാസി കൂപ്പുകൈകളോടെ അദ്ദേഹത്തെ നോക്കി. അങ്ങ് മനുഷ്യൻ തന്നെയാണോ? 7 കടലുകൾക്കപ്പുറമുള്ള, അതും 100 കണക്കിന് വർഷം മുൻപ് നശിച്ചു പോയൊരു നഗരമാണ് അങ്ങ് നിസ്സാര സമയം കൊണ്ട് കണ്ടു തിരിച്ചെത്തിയത്. ഞാൻ എൻ്റെ മനുഷ്യായുസ് കൊണ്ട് ആർജിച്ച അനുഭവ പാഠങ്ങളെക്കാളൊക്കെ വലുതാണത്. എനിക്ക് അങ്ങയുടെ മുന്നിൽ ഇനി ഇരിക്കാനുള്ള അർഹതയില്ല. സന്യാസി പറഞ്ഞത് കേട്ട് വിക്രമാദിത്യൻ പറഞ്ഞു, അങ്ങനെ പറയരുത് ഗുരു. അങ്ങില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് സാധിക്കില്ലായിരുന്നു. ഇനി എനിക്ക് വിട തന്നാലും എന്നെ കാത്ത് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പൊയ്കയുടെ അങ്ങേക്കരയിലുണ്ട്. അവന് വേണ്ടിയാണ് ഞാൻ ഈ സാഹസങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉജ്ജയിനിയിലെ രാജാവാണ് എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഉജ്ജയിനി ഞങ്ങളുടെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ രാജ്യമാണ്. പോകും മുൻപ് എന്നോട് സത്യം പറയൂ, ഞാൻ കാണുന്നത് എൻ്റെ ആ മഹാരാജാവിനെ തന്നെയാണോ? അതെ ഗുരു, ഞാൻ തന്നെയാണ് ഉജ്ജയിനിയിലെ വിക്രമാദിത്യൻ. അത് കേട്ടതോടെ ഗുരു എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൊഴുതു. തടാകത്തിലെ മുതലകൾ സന്യാസിയുടെ തപശക്തിയാൽ വിക്രമാദിത്യന് വേണ്ടി വഴിമാറി. അദ്ദേഹം ഉദയദത്തൻ്റെ അരികിലേക്ക് യാത്രയായി. ഉദയദത്തൻ വ്യാപാരിയെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തടാകത്തിലൂടെ ആരോ നീന്തി വരുന്നത് കണ്ട അവൻ ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. അത് ആ വ്യാപാരിയാണ് എന്ന് കണ്ടതോടെ അവന് സമാധാനമായി. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? അവിടേക്ക് വന്നു നോക്കണമെന്ന് കരുതിയതാണ് ഞാൻ.
എന്നോട് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഒരു ദിവസം കൂടി വൈകിയിരുന്നുവെങ്കിൽ ഞാൻ ഈ മുതലകളെപ്പോലും വകവയ്ക്കാതെ അങ്ങോട്ട് നീന്തി വരുമായിരുന്നു. ഇനി എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ. ഉദയദത്തൻ പകുതിയിൽ നിർത്തി. വിക്രമാദിത്യൻ പുഞ്ചിരിയോടെ അവനെ നോക്കി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് വിഷമമുണ്ടോ ഉദയ? അതിന് നിന്റെ ആരാ ഞാൻ? നിങ്ങൾ എൻ്റെ ആരും അല്ലായിരിക്കാം. പക്ഷേ എനിക്ക് വേണ്ടി ഒരാൾ അപകടത്തിൽപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഇത്തരം പരിപാടികൾ ചെയ്യണ്ട. നമുക്ക് തിരിച്ചു പോവാം. ഉദയദത്തൻ വല്ലാത്ത വിഷമത്തോടെയാണ് അത് പറഞ്ഞത്. അത് കേട്ട് വിക്രമാദിത്യൻ വീണ്ടും ചിരിച്ചു. നിനക്കപ്പോൾ കനകപുരിയെപ്പറ്റി അറിയണ്ടേ? കലിംഗരാജ്യത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കണ്ടേ? ഒന്നും വേണ്ട. ഇല്ലാത്ത നാടിനെപ്പറ്റി അന്വേഷിച്ച് നടന്ന് നിങ്ങളും വെറുതെ ജീവിതം കളയണ്ട. എല്ലാം നമുക്കിവിടെ നിർത്താം. ഉദയദത്തൻ പറഞ്ഞു. ശരിയാണ്, എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. എൻ്റെ വാക്ക് ഞാൻ പാലിക്കുകയാണ്. വ്യാപാരി പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാവാതെ ഉദയദത്തൻ അയാളെ നോക്കി. വ്യാപാരി തുടർന്നു. 7 കടലുകൾക്കക്കരെ നീണ്ടു പരന്നു കിടക്കുന്ന ആകാശത്തിന് താഴെ സ്വർണവർണ്ണമായ കനകപുരി. രാജാവില്ല, പരിവാരങ്ങളില്ല. തെരുവീഥികൾ പോലും പ്രകൃതി കയ്യേറിയിരിക്കുന്നു. കൊട്ടാരങ്ങൾ, മണിമാളികകൾ, കൊട്ടാരത്തിൻ്റെ മകുടമൊഴികെ എല്ലാം കനകവർണ്ണം. സ്വർണവർണ്ണമുള്ള താമര വിരിയുന്ന പൊയ്ക, സ്വർണഗോപുരങ്ങളുള്ള ദേവീക്ഷേത്രം, അതിന് പൊന്മണികൾ ചുറ്റും കെട്ടി അലങ്കരിച്ച അകത്തളം, ശ്രീകോവിലിനുള്ളിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം. അങ്ങനെ അറിയപ്പെടാത്ത ഒരു സ്വർഗം തന്നെയാണ് നീ അന്വേഷിക്കുന്ന കനകപുരി. പിന്നെ ഞാൻ അവിടെ വിചിത്രമായൊരു കാഴ്ച കണ്ടു. ചിറകുള്ള വെള്ളക്കുതിരപ്പുറത്ത് സുന്ദരിയായ ഒരു യുവതി വന്നിറങ്ങി ആ ദേവീക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നു. ആരെന്നോ എന്തെന്നോ അറിയില്ല. പക്ഷേ നിനക്ക് രാജകുമാരിയെ സ്വന്തമാക്കാൻ ഇത്രയും വിവരങ്ങൾ പോരെ ഉദയ? വ്യാപാരി പറഞ്ഞത് കേട്ട് ഉദയദത്തൻ കരഞ്ഞുപോയി. തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്ത ഈ മനുഷ്യനോട് താൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് അവന് തോന്നി. അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എൻ്റെ ആരുമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ എനിക്കെൻ്റെ മുതിർന്ന സഹോദരനെ പോലെയാണ്. ഒരിക്കലും മറക്കില്ല ഞാൻ. രാജകുമാരി വാക്കു പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ വന്ന് കാണും. വ്യാപാരി വീണ്ടും ചിരിച്ചു. അല്ല, ഒരിക്കൽ വന്ന് കള്ളത്തരം കാണിച്ചിട്ട് പോയ നിന്നെ ഇനി രാജാവ് കൊട്ടാരത്തിൽ കയറ്റുമോ? അതെനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം. ഒരിക്കലും കയറ്റില്ല. അതിനൊരു വഴിയുണ്ട്. ഞാനൊരു കുറിമാനം തന്നുവിടാം. എനിക്ക് ആ രാജാവുമായി വളരെ പഴയ ഒരു സൗഹൃദമുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് രാജാവിനെ കാണിച്ചാൽ മതി. വിക്രമാദിത്യൻ ഉദയദത്തനെ ഒരു കുറിമാനമേൽപ്പിച്ചു. പിന്നീട് ഒന്നും പറയാതെ തൻ്റെ കുതിരപ്പുറത്ത് കയറി വന്നതുപോലെ കാട്ടിലേക്ക് മറഞ്ഞു. കുറച്ചു നേരത്തേക്ക് ഉദയദത്തന് ഒന്നും മനസ്സിലായില്ല. വ്യാപാരി എന്തുകൊണ്ടാണ് തന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരാത്തത് എന്ന് അവൻ ചിന്തിച്ചു. പിറ്റേന്ന് തന്നെ ഉദയദത്തൻ കലിംഗരാജ്യത്തെ കൊട്ടാരത്തിന് മുന്നിലെത്തി. രാജാവിനെ മുഖം കാണിക്കണമെന്ന് അവൻ അറിയിച്ചു. നേരത്തെ വന്നയാളാണ് എന്ന് മനസ്സിലായപ്പോൾ രാജാവ് അവനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. നിന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടി കളയാൻ രാജാവിന് സമയമില്ല. മര്യാദയ്ക്ക് പോ. സേനാനായകൻ ഉദയദത്തൻ്റെ നേരെ കുറച്ച് ചില്ലറ നാണയങ്ങൾ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഉദയദത്തൻ പരമാവധി പറഞ്ഞിട്ടും അവനെ കൊട്ടാരത്തിനകത്ത് കടത്താൻ സേനാനായകൻ തയ്യാറായില്ല. നിരാശയോടെ ഒടുവിൽ അവൻ വ്യാപാരി കൊടുത്തയച്ച കുറിപ്പ് പുറത്തേക്കെടുത്തു. സാധാരണക്കാരനായ ഒരു വ്യാപാരി പറഞ്ഞാലൊന്നും രാജാവ് തന്നെ അകത്ത് കയറ്റില്ല എന്ന് തന്നെയാണ് അവൻ കരുതിയത്. എങ്കിലും അവസാന പരീക്ഷണമെന്നോണം അത് ഉപയോഗിക്കാമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. നിങ്ങൾ ഈ കുറിമാനം രാജാവിനെ കാണിക്കണം, ഉദയദത്തൻ പറഞ്ഞു. എന്ത് കുറിമാനം? വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണോ നിന്റെ ഭാവം? സേനാനായകൻ പുച്ഛത്തോടെ ചോദിച്ചു. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. നിങ്ങളിതൊന്ന് രാജാവിനെ കാണിച്ചാൽ മാത്രം മതി. അവൻ ആ കുറിപ്പ് അയാൾക്ക് നേരെ നീട്ടി. ദേഷ്യത്തോടെയാണ് അയാളത് പിടിച്ചു വാങ്ങിയത്. എന്താണെങ്കിലും ഞാൻ പൊട്ടിച്ച് വായിച്ച ശേഷം മാത്രമേ രാജാവിനെ കാണിക്കാനാവൂ. സേനാനായകൻ അത് തുറന്നു. കുറിമാനം വായിച്ചതോടെ അയാളുടെ മുഖം വിവരണമായി. ആ കുറിപ്പ് അയാളുടെ കയ്യിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം പോലും വൈകാതെ അയാൾ അതുമായി കൊട്ടാരത്തിനുള്ളിലേക്ക് ഓടി. കുറച്ചു നേരത്തേക്ക് സമ്പൂർണ്ണ നിശബ്ദതയായിരുന്നു. തൻ്റെ അവസാന പ്രതീക്ഷയും നശിച്ചതുപോലെ ഉദയദത്തന് തോന്നി. അവൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. പെട്ടെന്നാണ് ആ കൂറ്റൻ കൊട്ടാരവാതിൽ വലിയൊരു ശബ്ദത്തോടെ അവൻ്റെ മുന്നിൽ മലർക്കെ തുറന്നത്. അത്രയും നേരം അവനോട് അവജ്ഞയോടെ സംസാരിച്ചിരുന്ന സേനാനായകൻ അവിടെ ഭവ്യതയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് ഉദയദത്തന് സഞ്ചരിക്കാനായി ഒരു തേര് തയ്യാറായി നിന്നിരുന്നു. തനിക്കിത്തരം സജ്ജീകരണങ്ങളൊന്നും വേണ്ട എന്നും താൻ രാജകുമാരിയെ ഒന്ന് കാണാനും കനകപുരിയെപ്പറ്റി തൻ്റെ അറിവുകൾ പങ്കുവയ്ക്കാനും വേണ്ടി മാത്രം വന്നതാണ് എന്നും അവൻ പറഞ്ഞു. പക്ഷേ സേനാനായകൻ അത് സമ്മതിച്ചില്ല.
വിശിഷ്ടാതിഥിയെ ഉപചാരപൂർവ്വം സ്വീകരിച്ചില്ല എങ്കിൽ രാജകോപം ഉണ്ടാവുമെന്നും തനിക്ക് ശിക്ഷ കിട്ടുമെന്നും ജോലിയെ ബാധിക്കുമെന്നുമൊക്കെ പറഞ്ഞപ്പോൾ ഉദയദത്തൻ വഴങ്ങി. കേവലം ഒരു വ്യാപാരിയായ ചിത്രഭാനുവിന് കലിംഗരാജ്യത്തെ കൊട്ടാരത്തിലുള്ള സ്വാധീനം ഉദയദത്തനെ അത്ഭുതപ്പെടുത്തി. അതിഥികളെ സ്വീകരിക്കുന്ന മുറിയിലെത്തിയപ്പോൾ ഫലമൂലങ്ങളും മധുര പലഹാരങ്ങളുമായി തോഴിമാരെത്തി. ആഹാരം കഴിച്ച ശേഷം അവൻ രാജാവിനോട് തൻ്റെ ആഗമനോദ്ദേശം വ്യക്തമാക്കി. പുഞ്ചിരിയോടെയാണ് രാജാവ് ഇത്തവണ അവന് രാജകുമാരിയെ കാണാനുള്ള അനുമതി നൽകിയത്. അവൻ രാജകുമാരിയുടെ അന്തഃപുരത്തിലേക്ക് രാജകീയമായി തന്നെ ആനയിക്കപ്പെട്ടു. ഉദയദത്തന് അത്ഭുതമടക്കാനായില്ല. അവൻ രാജകുമാരിയുടെ മുറിയിലേക്ക് കടന്നു. ഉദയദത്തനെ കണ്ട് കുമാരി നെറ്റി ചുളിച്ചു. നിങ്ങളോ? നിങ്ങൾ വീണ്ടും വന്നോ? ഇത്തവണ എന്ത് കള്ളമാണ് പറയാൻ പോകുന്നത്? അവൾ ചോദിച്ചു. ഇത്തവണ ഞാൻ കള്ളം പറയാൻ വന്നതല്ല, കനകപുരിയെപ്പറ്റി എനിക്കറിയാവുന്ന സത്യങ്ങൾ പറയാൻ വന്നതാണ്. അവൻ പറഞ്ഞത് വിശ്വാസം വരാത്തതുപോലെ രാജകുമാരി അവനെ നോക്കി. ഉദയദത്തൻ ഉടൻ തന്നെ വ്യാപാരി കനകപുരിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ രാജകുമാരിയോട് പറഞ്ഞു. 7 കടലുകൾക്കക്കരെ നീണ്ടു പരന്നു കിടക്കുന്ന ആകാശത്തിന് താഴെ സ്വർണവർണ്ണമായ കനകപുരി. രാജാവില്ല, പരിവാരങ്ങളില്ല, തെരുവീഥികൾ പോലും പ്രകൃതി കയ്യേറിയിരിക്കുന്നു. കൊട്ടാരങ്ങൾ, മണിമാളികകൾ, കൊട്ടാരത്തിൻ്റെ മകുടമൊഴികെ എല്ലാം കനകവർണ്ണം. സ്വർണവർണ്ണമുള്ള താമര വിരിയുന്ന പൊയ്ക, സ്വർണഗോപുരങ്ങളുള്ള ദേവീക്ഷേത്രം, അതിന് പൊന്മണികൾ ചുറ്റും കെട്ടി അലങ്കരിച്ച അകത്തളം, ശ്രീകോവിലിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ദേവീ വിഗ്രഹം, അങ്ങനെ അറിയപ്പെടാത്ത ഒരു സ്വർഗം. സന്ധ്യാസമയത്ത് ചിറകുള്ള വെള്ളക്കുതിരപ്പുറത്ത് സുന്ദരിയായൊരു യുവതി പറന്നിറങ്ങും. ആ ദേവീക്ഷേത്രത്തിൽ അവൾ വിളക്കുകൾ തെളിയിക്കും. ഇത് കേട്ടതോടെ രാജകുമാരിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് വന്നു. അങ്ങേക്ക് ഓർമ്മയില്ലേ? ആ വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന രാജകുമാരിയെ അങ്ങ് ഇതിനു മുൻപ് കണ്ടിട്ടില്ലേ? പറയൂ, നമുക്ക് 2 പേർക്കും മാത്രം അറിയാവുന്ന ആ കാര്യം എന്നോട് പറയൂ. അത് കേട്ടതോടെ ഉദയദത്തൻ പിന്നീട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു. വ്യാപാരി പറഞ്ഞ അറിവുകൾ മാത്രമേ ഉദയദത്തന് കനകപുരിയെ പറ്റിയുള്ളൂ. ആ രാജകുമാരി ആരാണെന്നോ അവൾ എവിടെ നിന്ന് വരുന്നുവെന്നോ അവനറിയില്ല. ഉദയദത്തൻ നിന്ന് പരുങ്ങുന്നത് കണ്ടതോടെ രാജകുമാരിയുടെ ഭാവം മാറി. അപ്പോൾ ഞാൻ കാത്തിരിക്കുന്നയാൾ നിങ്ങളല്ല അല്ലേ? ആരാ നിങ്ങൾക്കിതെല്ലാം പറഞ്ഞു തന്നത്? രാജകുമാരിയുടെ ഭാവം കണ്ട് ഉദയദത്തൻ ഭയന്നുപോയി. സത്യം അവളോട് തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഏറെ വൈകാതെ ഉദയദത്തൻ കഥ മുഴുവൻ രാജകുമാരിയോട് പറഞ്ഞു.